സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെക്കുറിച്ച് ഇ ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുകയാണ്. ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ സംസ്ഥാനവുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുക. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. വിനീത, എന്താണ് ഇക്കാര്യത്തിലെ കേന്ദ്ര സമീപനം? ഇത് സിൽവർ ലൈൻ ഒരു ബദൽ എന്ന നിലയിലാണല്ലോ ഇ ശ്രീധരൻ ഈ പദ്ധതി അവതരിപ്പിച്ചത്. അത് സജീവമായി കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട് എന്നല്ലേ ഈ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. അക്കാര്യം ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്രം പരിശോധിച്ചു വരികയാണ്. ഫെബ്രുവരി 12-നാണ് ഈ പുതിയ നിർദ്ദേശങ്ങളടക്കമുള്ള ഒരു കത്ത് ഇ ശ്രീധരൻ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം ഈ സിൽവർ ലൈനിന് ബദലായി നിർദ്ദേശിക്കുന്ന ചില നിർദ്ദേശങ്ങളടക്കം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലമെടുക്കൽ കുറച്ചുകൊണ്ട് ഒരുപക്ഷെ ആകാശപാതയും സമാന രീതിയിലേക്കുള്ള മറ്റ് പാതകളും ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ സ്ഥലമെടുക്കൽ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെ അത് മാറ്റി നിർത്താൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കത്താണ് ഇ ശ്രീധരൻ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കത്തിപ്പോൾ കേന്ദ്രം പരിശോധിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കത്ത് കേന്ദ്രം പരിശോധിച്ചതിന് ശേഷം ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് ലഭ്യമാവുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പദ്ധതിയുടെ തുടർ നടപടികൾ, അത് ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കണമെന്നടക്കമുള്ള ചർച്ചകൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉണ്ടാവുക. അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇ ശ്രീധരൻ കത്ത് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 12-നാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. കത്തിലെ വിശദാംശങ്ങളടക്കം വളരെ വ്യക്തമായി തന്നെ കേന്ദ്രം പരിശോധിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി നേരിട്ട് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. യെസ്, ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. അപ്പോൾ ഈ സിൽവർ ലൈൻ ബദൽ എന്ന നിലയിൽ ഇ ശ്രീധരൻ അവതരിപ്പിച്ച ആ പാത പരിഗണനയിലുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടാകണം. അതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആ സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ കൂടുതൽ ചർച്ചകളുടെ സാധ്യത കേന്ദ്ര സർക്കാർ സജീവമാക്കുകയും ചെയ്യുന്നുണ്ട്. വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്.